ഹലോ ഹായ് വൺസ് അഗൈൻ ഇറ്റ്സ് മീ ഹസീം കാലിക്കറ്റ്. ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റാഫോഴ്സ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച്. മെറ്റാഫോഴ്സ് ഓപ്പർച്യൂണിറ്റിയിൽ ആദ്യത്തെ പ്രോഗ്രാമായ ക്ലാസിക്കിനെ കുറിച്ചാണ് ആദ്യത്തെ വീഡിയോ ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പം റീസെൻ്റ്ലി വന്ന മൂന്നാമത്തെ പ്രോഗ്രാമായ യുണൈറ്റ് കുറിച്ചും യുണൈറ്റ് വേഴ്സിലൂടെ മൾട്ടി മൈനിങ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ രണ്ടാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ആദ്യത്തെ രണ്ട് വീഡിയോയിലും അതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റിലും അതിൻ്റെ ഫോളോ അപ്പിലും ആളുകൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലൊക്കെ എനിക്ക് മനസ്സിലായത്, മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്ലാസിക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നാണ് ഒട്ടുമിക്ക ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ ഇത് ക്ലാസിക് എന്ന് പറഞ്ഞ ഡോട്ട് മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനുശേഷമുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അടങ്ങിയിരിക്കുന്ന വലിയൊരു എക്കോസിസ്റ്റമാണ് മെറ്റാഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഇൻ്റർനെറ്റിൻ്റെ ഒരു വേർഷൻസ് എന്ന് പറയുന്നത് 1990 മുതൽ 2005 വരെ ഉള്ളൊരു വേർഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ വെബ് 1 എന്ന് പറഞ്ഞ വേർഷനാണ്. നോർമലായിട്ട് നമുക്ക് റീഡ് ചെയ്യാനും HTML പോലുള്ള അല്ലെങ്കിൽ ജാവ പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. അതിനുശേഷം വെബ് 2ൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ വന്നപ്പോൾ അത് 2005 ശേഷം അല്ലെങ്കിൽ ശേഷം പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ന് 2022 അല്ലെങ്കിൽ 2023 കാലഘട്ടത്തിലും നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വെബ് 2 തന്നെയാണ് ഓൾമോസ്റ്റിൽ. പക്ഷെ എന്നാൽ വെബ് 2ൽ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയുടെ യൂസേജും അതേപോലെ സെർച്ച് എഞ്ചിനുകളും ഒത്തിരി വളരെ വൈഡായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത് വെബ് 2ലാണ് ഹാക്കിംഗ് വളരെ ഈസി ആയിരുന്നു. ഒത്തിരി ഹാക്കേഴ്സിന് ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി വളരെ കുറവായിരുന്നു വെബ് 2 എന്ന് പറയുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ യുഎസിൻ്റെ വൈറ്റ് ഹൗസിൻ്റെ വെബ്സൈറ്റ് വരെ ഹാക്ക് ചെയ്തിരിക്കുന്നത് വെബ് 2 വേർഷനിലാണ്. എന്നാൽ ഇപ്പം വെബ് 3ൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജികളായ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും നോൺ ഹാക്കബിൾ ആയ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും അതേപോലെ മെറ്റാവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റ് റിയാലിറ്റി ഒക്കെ മിക്സ് ആയിട്ടിരിക്കുന്ന ഒത്തിരി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റിയോട് കൂടിയുള്ള ഒരു വേർഷനാണ് വെബ് 3 എന്ന് പറയുന്നത്. സോ ഈ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളായ മെറ്റാവേഴ്സിൻ്റെയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെയും നോൺ ഫഞ്ചബിൾ ടോക്കൺ NFT-യുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ആ യൂസേജ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഈ ഒരു ടെക്നോളജിയുടെ യൂസേജ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ടെക്നോളജി മാറി വന്നപ്പോൾ നമ്മളെല്ലാ ടെക്നോളജിയും എല്ലാ പ്രോസസ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം, മാസം കൃത്യമായിട്ട് 250 രൂപ കൊടുത്തിട്ട് റീചാർജ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ മെയിൻലി സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മെയിൻ ടൈം പോകുന്നതെന്ന് പറയുന്നത്. സോ ഇൻ്റർനെറ്റിൽ ഉള്ള ഈ വേർഷനിൽ നമ്മൾ ഇൻ്റർനെറ്റ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വെബ് 3യുടെ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ മുന്നോട്ടുള്ള കാലഘട്ടം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജനറേഷൻ, ഈ ജനറേഷനിൽ തന്നെ ഈ പറഞ്ഞ വെബ് 3യിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. മെയിൻലി മെറ്റാവേഴ്സിലേക്കുള്ള ഒരു കാൽവെപ്പാണ് ഈ 2023, 24 അല്ലെങ്കിൽ 25 പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. സോ മെയിൻലി മെറ്റാവേഴ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന നോർമൽ എൻവയൺമെൻറ്റ് എന്നും ഒരു ഡിജിറ്റൽ എൻവയൺമെൻറ്റിലേക്ക് ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാലഘട്ടം മാറാണ്. ഓരോ കാര്യങ്ങളും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഫെമിലറായി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈവേയിലൊക്കെ തന്നെ ക്യാമറകളൊക്കെ വെച്ചതുകൊണ്ട് AI എന്താണെന്നുള്ളത് ചെറിയ രീതിയിൽ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ മെറ്റാവേഴ്സ് എന്താണെന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് ആർക്കും തന്നെ ധാരണയില്ല. എന്നാൽ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് മെറ്റാവേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട്. പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് മെറ്റാവേഴ്സ് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇപ്പോൾ കാണുന്ന നോർമൽ എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മളൊരു ഡിജിറ്റൽ എൻവയൺമെൻറ്റിലേക്ക് മാറുന്നൊരു സാഹചര്യം. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്നും ഡിജിറ്റൽ എൻവയൺമെൻറ്റിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു അവതാറിലൂടെ നമ്മുടെ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ നമ്മുടെ ജോബുകളും നമ്മുടെ ഓഫീസ് സ്ട്രക്ചറുകളും നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയൺമെൻറ്റുകളൊക്കെ NFT-യും മെറ്റാവേഴ്സിലൂടെയും കണക്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ നമുക്കറിയാം, ബേസിക്കലി സൂം പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന ഓഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് സൊല്യൂഷൻസ് നമ്മൾ എന്തിനൊക്കെയാണ് ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നോർമലായിട്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഫിസിക്കലി നമ്മൾ അവൈലബിൾ ആയിക്കൊണ്ട് ചെയ്യുന്നതിന് പകരം ഇത് നമ്മൾ ഫിസിക്കലി തന്നെ ആക്ച്വലി നമ്മുടെ ഡിജിറ്റൽ അവതാറിലൂടെ ഒരു ഡിജിറ്റൽ എൻവയൺമെൻറ്റിലൂടെയാണ് മെറ്റാവേഴ്സ് സാധ്യമാകുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് GCCയും യൂറോപ്പ് രാജ്യങ്ങളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് മെറ്റാവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതും. കാരണം മുന്നോട്ടുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു യൂസേജ് മാൻഡേറ്ററി ആണ്. ഇനി മുന്നോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനറേഷൻ്റെ ഓരോ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും
ബാങ്കിങ് ആണെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന ഏതൊരു ഇൻഡസ്ട്രി, ഇപ്പം പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രി ഒന്നും എടുത്തു പറയാനില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയും, ഹെൽത്ത് കെയർ ആണെങ്കിലും എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ മെറ്റാവേഴ്സും AI കലർന്ന് കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള കാലഘട്ടം, നമ്മൾ ഇനി മുന്നോട്ടുള്ള ആ ഒരു രീതി നമ്മൾ കാണാൻ നിൽക്കുന്നേ ഉള്ളൂ. സോ ഈ മെറ്റാവേഴ്സിൻ്റെയും AI ഓഗ്മെൻറ്റ് റിയാലിറ്റിയുടെയും വിർച്വൽ റിയാലിറ്റിയുടെയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെയും NFT ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വൽ മെറ്റാഫോഴ്സിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ മെറ്റാഫോഴ്സിലേക്ക് ഒരു ഡോട്ട് മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ക്ലാസിക് ആയിരിക്കുന്ന, നമുക്ക് ഒരു അവിടെ യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറുന്ന ഒരു ഡിജിറ്റൽ കോൺട്രാക്റ്റുകൾ, സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെ കോൺട്രാക്റ്റുകൾ എടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റുകയും, അത് ബേസിക്കലി അതിലൊരു നമ്മുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്ലാസിക് എന്ന പ്രോഗ്രാമിൽ 12ഓളം ഡിജിറ്റൽ കോൺട്രാക്റ്റുകളുണ്ട്, അതായത് സ്മാർട്ട് കോൺട്രാക്റ്റുകളുണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ എടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആവുകയും ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് റോയാലിറ്റി NFTയും ശേഷം മെറ്റാവേഴ്സിലേക്കും ഇതോടൊപ്പം തന്നെ ഓൺ എൻക്രിപ്റ്റഡ് കറൻസിയായ ഡിജിറ്റൽ കറൻസിയായ ഫോഴ്സ് എന്ന് പറഞ്ഞ കോയിനുകളും അതിൻ്റെ യൂസേജും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ വലിയൊരു എക്കോസിസ്റ്റമാണ് മെറ്റാഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഈ പറഞ്ഞ ക്ലാസിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ $5 മുതൽ ആക്ച്വലി $5 മുതൽ $20,475 വരെയുള്ള ഏതൊരു ക്യാപ്പിലും നമുക്ക് ഡായ് എന്ന് പറഞ്ഞ വേൾഡിൽ ഇന്ന് 30,000-ഓളം ക്രിപ്റ്റോ കറൻസി ഉള്ളതിൽ 17ാമത്തെ റാങ്കിൽ നിൽക്കുന്ന $ആയിട്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഡായ് എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയാണ്, അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണ് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ പാർട്ടിസിപ്പൻ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഡായ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകളൊക്കെ ക്ലാസിക്കിലൂടെ ഓപ്പൺ ആക്കുന്നതും. അത് എത്രയാണോ നമ്മൾ ഓപ്പൺ ആക്കുന്നത് അത്രയും തന്നെ നമുക്ക് അറിയാവുന്ന ആരിലേക്കും നമുക്ക് നമ്മുടെ ഇൻവിറ്റേഷൻ ആളുകളിലേക്ക് യൂസ് ചെയ്യുന്നതോടെ ഇതിൻ്റെ പാർട്ടിസിപ്പൻ്റ് നമ്പർ കൂടുന്ന ഒരു സിസ്റ്റമാണ് ക്ലാസിക്കിലൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ പറ്റുന്നതും പബ്ലിക്കിന് ഭാഗമാവാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നിലവിൽ 1.3 അല്ലെങ്കിൽ 1.4 മില്യൺ ആളുകൾ ഗ്ലോബലി 80-ൽ കൂടുതൽ രാജ്യങ്ങളിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40,000-ൽ കൂടുതൽ ആളുകളുണ്ട്. കേരളത്തിൽ എംപവർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി തന്നെയാണ് വലിയൊരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ആക്ച്വലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ട്രെയിനിങ് കൊടുക്കുകയും വർക്ക്ഷോപ്പുകൾ കൊടുക്കുകയും നല്ല രീതിയിൽ നല്ലൊരു ഫാമിലി പോലുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എംപവർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ജോയിൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കോൺട്രാക്ട് എത്രയാണെങ്കിലും അത് നമ്മുടെ ചോയ്സ് ആണ് എത്ര എടുക്കുക എന്നുള്ളത്. അപ്പോൾ $5 എന്ന് പറയുമ്പം ഹാർഡ്ലി $500 എടുത്തുകൊണ്ടും ഇതിൻ്റെ ഭാഗമാവാൻ പറ്റും എന്നർത്ഥം. $ആയിട്ട് സ്റ്റേബിൾ ആയിരിക്കുന്ന ഡായ് എന്ന് പറഞ്ഞ അതാണ്, ഞാൻ ഡോളറായിട്ട് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഡോളർ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ആയ ഡായ് എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി $ആയിട്ട് സ്റ്റേബിൾ തന്നെയാണ്. സോ അത് ഏത് കാലവും സ്റ്റേബിൾ ആണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. സോ ഈ $5 മുതൽ $20,475 വരെ എന്ന് പറയുന്നത് 18 ലക്ഷം വരെ എടുത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചോയ്സ് ആണ്, നമ്മൾ എത്ര ചെയ്യണം എന്നുള്ളത്. എത്ര വാല്യൂ എടുത്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ രണ്ട് കൺസേൺ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ്, കാരണം എന്തിനാണെങ്കിലും 18 ലക്ഷം വരെ അല്ലെങ്കിൽ മാക്സിമം ആ ഒരു ലെവൽ വരെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് ക്ലാസിക്കിലൂടെ നടക്കുന്നത്. സോ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ബെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മുടെ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ലെവൽ വരെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കോൺട്രാക്ട് ഓപ്പൺ ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം നമ്മൾ ഏതൊരു കപ്പാസിറ്റി ഉള്ള ആളുകളിലേക്കാണ് നമ്മളിത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഒരു കപ്പാസിറ്റി കൂടി ഒരു അലൈൻമെൻറ്റ് ഉണ്ടായാൽ മതി. കാരണം നമ്മൾ ചെയ്യുന്നതും അവർ കണക്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരാളിപ്പോൾ ഒരു 50,000 രൂപ എടുത്ത് ചെയ്യുന്നത് വിചാരിക്കുക എക്സാമ്പിൾ. സോ അവരും നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ ഒരു കപ്പാസിറ്റി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായാൽ മതി. സോ ആ ഒരു ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ഒരു 2 പേരിലേക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണോ നമ്മൾ അതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ കോൺട്രാക്റ്റിന് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത്രയും ഡായ് നമുക്ക് വരുമാനമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ക്യാഷ് ആക്കാൻ വേണ്ടി ഇനി ഏത് സമയത്ത് നമുക്ക് ഡായ് വരുമാനമായിട്ട് വന്നാലും 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബിനാൻസ് എക്സ്ചേഞ്ച് പോലുള്ള ഗ്ലോബലി വലിയൊരു എക്സ്ചേഞ്ചായ 84% ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകൾ ട്രാൻസാക്ഷൻ നടക്കുന്ന ഗ്ലോബൽ എക്സ്ചേഞ്ചായ ബിനാൻസ് വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്ചേഞ്ചായ വൈസറെക്സ് വഴിയോ ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ അസറ്റായ ഡായ് ആണെങ്കിലും അല്ലെങ്കിൽ USDT ആണെങ്കിലും എന്തും നമുക്ക് സെല് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. 5 to 10 മിനിറ്റ് 24/7 365 ഡേയ്സ്. ഇതിനൊരു ടൈം ലിമിറ്റും ഇല്ല, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. ഇന്ത്യ തന്നെ ഓൾറെഡി CBDC പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ലോഞ്ച് ചെയ്തു. മാക്സിമം എല്ലാ രാജ്യങ്ങളും ഡിജിറ്റൽ അസറ്റിലേക്കും ഈ പറഞ്ഞ മെറ്റാവേഴ്സ് പോലുള്ള NFT പോലുള്ള നോൺ ഫഞ്ചബിൾ ടോക്കണുകളിലേക്കൊക്കെ തന്നെ ഇത് കണക്റ്റ് ആയിക്കൊണ്ട് മാക്സിമം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നൊരു സാഹചര്യമാണ്. സോ നമുക്ക് കിട്ടിയത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ ഇപ്പം ക്ലാസിക് എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എനർജി ടോക്കൺസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് റോയാലിറ്റി പോലുള്ള NFT റോയാലിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മന്ത്ലി ഒരു വരുമാനം വരുന്ന രീതിയാണ്. അതിനുശേഷം ഇപ്പം ഞാൻ നേരത്തെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞ യുണൈറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുണൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറഞ്ഞ ഓൺ ക്രിപ്റ്റോ കോയിൻ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മൾട്ടി മൈനിങ് പ്രോസസ്സാണ്. 2 സ്റ്റേജാണ്. ഒന്ന് മൾട്ടി മൈനിങ് പ്രോസസ്സ്,
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, ഈ പറഞ്ഞ 1.4 മില്യൺ ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൾട്ടി മൈനിങ് പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ പറ്റുള്ളൂ. സോ ശേഷം വരുന്ന മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നതാണ് മെറ്റാവേഴ്സ്. സോ ഈ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഹാർട്ട് ഓഫ് പ്രോഗ്രാമാണ് യൂണിവേഴ്സിലൂടെ സാധ്യമാവുന്ന മൈനിങ് പ്രോസസ്സിലൂടെ ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യുകയും അത് പബ്ലിക്കിലേക്ക് വരികയും അത് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം 0.25 to 0.3 എന്നുള്ള റേറ്റിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മൾട്ടി മൈനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അതൊരു 0.9 എന്നുള്ള ഒരു ക്യാപ്പിലാണ് കിടക്കുന്നത്. സോ ഇപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഇപ്പോഴേ ഫോഴ്സ് കോയിനുകൾ ഏൺ ചെയ്ത് വെക്കാൻ പറ്റും. ഫോഴ്സ് കോയിൻ ഓൾറെഡി പബ്ലിക് പ്രൊഡിക്ഷൻ ഉണ്ട്, ഒരു ഗ്ലോബൽ പ്രൊഡിക്ഷൻ തന്നെ ഉണ്ട്, ഒരു മിനിമം ഒരു $50 എൻ്റെ പോലെയൊക്കെ തന്നെ നെക്സ്റ്റ് ഒരു 1 year ക്രോസ് ചെയ്യുമ്പോഴേക്കും ആകുമെന്നുള്ളത്. കാരണം വലിയൊരു കമ്മ്യൂണിറ്റി വന്നുകൊണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെ റൺ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് സെക്യൂർ ആണ്. ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയേണ്ടതായിരുന്നു, ഇത് ഡീസെൻട്രലൈസ്ഡ് മെത്തേഡിലാണ് റൺ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്ന ഡെവലപ്പർ എന്ന് പറയുന്നത് റഷ്യൻ മാത്തമാറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും അതോറിറ്റി ഇല്ലാത്ത രീതിയിൽ, ലോകത്ത് ആർക്കും തന്നെ അതോറിറ്റി ഇല്ലാത്ത, ഒരു സിസ്റ്റത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, എന്നും ഇന്റർനെറ്റ് ഉള്ള കാലം വരെ റൺ ചെയ്യുന്ന രീതിയിൽ Web3 റൺ ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നോൺ ഹാക്കബിൾ ആയിട്ട് റൺ ചെയ്യുന്ന രീതിയിലാണ് ഈ എല്ലാ പ്രോഗ്രാമുകളും, എല്ലാ സ്മാർട്ട് കോൺട്രാക്റ്റുകളും റൺ ചെയ്യുന്നത്. സോ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു കാലത്തും ഇത് നിർത്താനോ നിർത്തി വെക്കാനോ ആർക്കും തന്നെ പറ്റില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡായ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. വേൾഡ് ടോപ്പിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. എത്തേറിയം നെറ്റ്വർക്കിലാണ് റൺ ചെയ്യുന്നത്. സോ എല്ലാം കൊണ്ടും സെക്യൂർ ആയിട്ടുള്ള വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. സോ മെറ്റാവേഴ്സിലേക്കും AI-യിലേക്കും ഇതിന് ശേഷം വരുന്ന ഓരോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 10ൽ കൂടുതൽ പ്രോഗ്രാമുകൾ അടങ്ങിയിരിക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. സോ ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി മടിക്കേണ്ട. എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഓൾറെഡി പാർട്ടിസിപ്പൻ്റ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാവാം, ഏതോ ആവട്ടെ, നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കാൻ മടിക്കേണ്ട. ഇത് നമുക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. കാരണം ഇത് ആർക്കും ചെയ്യാൻ പറ്റും, ഏത് ഏജിലുള്ളവർക്കും ചെയ്യാൻ പറ്റും. കാരണം വെറും 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ചെറിയ പ്രായക്കാരനായ 40-42 വയസ്സുള്ള ഒരാൾ, മലപ്പുറം സ്വദേശിയായ ഒരാൾ, ഇതൊന്നും വലിയ ഇൻഫർമേഷൻ ഒന്നും വലിയ ഐഡിയ ഇല്ലാതെ തന്നെ ഇത് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അതിൻ്റെതായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തപ്പം മോർ ദാൻ 1 crore ഇതൊന്നും വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ തലമുറ എന്നൊക്കെ പറയുന്നത് ഏത് രീതിയിലും ടെക്നോളജി വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ ഇതിൽ പ്രായം എന്ന് പറയുന്നത് ഇതൊരു ബാരിയർ അല്ല, അറിവ് എന്ന് പറയുന്നതും ബാരിയർ അല്ല. കാരണം ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ഒന്ന് ആദ്യമേ പറഞ്ഞ പോലെ, ഒന്ന് ഡീസെൻട്രലൈസ്ഡ് ആണ്, കംപ്ലീറ്റ്ലി സെക്യൂർ ആണ്. രണ്ടാമത്തെ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഡായ് എന്ന് പറഞ്ഞ വേൾഡിൽ 30,000 ക്രിപ്റ്റോ കറൻസിയിലെ 17ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. അത് $US ആയിട്ട് സ്റ്റേബിൾ ആണ്. ഇതിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യില്ല. പിന്നെ ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് റൺ ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. അത് വേൾഡിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അതേപോലെ അത് എത്തേറിയം നെറ്റ്വർക്കിലാണ് റൺ ചെയ്യുന്നത്. പിന്നെ ഫോഴ്സ് കോയിൻ്റെ വരവും അതിനുള്ള ഫ്യൂച്ചർ, അതേപോലെ മെറ്റാവേഴ്സിൽ നിന്നുള്ള മെയിൻ സ്റ്റേജ്, അതാണ് ഹാർട്ട് ഓഫ് പ്രോഗ്രാം എന്ന് പറയുന്ന മെറ്റാവേഴ്സിൻ്റെ മെയിൻ പ്രോഗ്രാം. അതിനുശേഷം വരുന്ന ഓരോ പ്രോഗ്രാമുകളും ടൈമിലി അത് റിലീസ് ചെയ്യുകയും അതെല്ലാം ഡീസെൻട്രലൈസ്ഡ് മെത്തേഡിൽ റൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിർബന്ധമായിട്ടും ഇതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആവാൻ പറ്റുന്നവർ പങ്കെടുക്കുക. കാരണം മുമ്പ് ബിറ്റ് കോയിൻ ഇറങ്ങിയത് 2008 ഇറങ്ങുകയും 2010 ഇത് പബ്ലിക്കിൽ വരുമ്പോൾ ഇത് 0.06 ഇന്ത്യൻ റുപ്പീസിൽ, അതായത് 6 പൈസ ഇന്ത്യൻ റുപ്പീസിൽ ഉണ്ടായിരുന്ന ഈ ഒരു കോയിന് പിന്നീട് 10 വർഷം കംപ്ലീറ്റ് ആയപ്പോഴേക്കും 54 ലക്ഷം രൂപയുടെ മേളിൽ വന്നപ്പോഴേക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് വേണം നമുക്കിപ്പോൾ പറയാം. നമ്മളോട് ആരും പറഞ്ഞില്ല എന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ ഇപ്പം ഇതുപോലുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകൾ സ്പെഷ്യലി സെക്യൂർ ആയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് പാർട്ടിസിപ്പൻ്റ് ആവാൻ പറ്റിയാൽ നല്ല രീതിയിൽ ഈ ഡിജിറ്റൽ അസറ്റുകൾ ഇപ്പോഴേ സെക്യൂർ ചെയ്യാൻ പറ്റും. ഈ ക്രിപ്റ്റോ ആയിട്ടും ഫോഴ്സ് കോയിനുള്ള ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡായ്, അതേപോലെയുള്ള NFTകൾ. കാരണം NFTകളിലൊക്കെ വാല്യൂസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കോൺടാക്ട് ചെയ്യുക. പ്രത്യേകിച്ചും എംപവറിലുള്ള ഒരുപാട് പേര് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തും എഡ്യൂക്കേറ്റ് ചെയ്തിട്ടും ഡെയിലി സൂമുകളായിട്ടും മോർണിംഗ് സെഷനുകളൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ള MLM കൺസെപ്റ്റുകൾ പോലെയല്ല, ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ആക്ടിവേറ്റ് ആക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ നമ്മൾ തന്നെ ഡായ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരാളെയും അതിനുവേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ 1.4 മില്യൺ ആളുകൾ ഗ്ലോബലിയുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ ഇൻവിറ്റേഷൻ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങളോട് ഈ ഓപ്പർച്യൂണിറ്റി പറയുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നും മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ടെൻഷൻ ആവാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് മൊബൈലിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ആപ്പുകൾ, ഈ ഡിജിറ്റൽ അസറ്റുകൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ വാലറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്
നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്പർക്ക് പോലും ഒരു അതോറിറ്റി ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് സെക്യൂർ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സോ മാക്സിമം